നമസ്കാരം. കഴിഞ്ഞ 2 മാസത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് 2500-ൽ പരം ആളുകൾക്ക് കോവിഡ് വന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മരിച്ച 13 പേർക്ക് ഇതിനകം കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ കോവിഡ് ഉപവകഭേദം രാജ്യത്ത് ആദ്യം കണ്ടെത്തിയത് കേരളത്തിലാണെന്നും സംസ്ഥാന ആരോഗ്യ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ആദ്യം ഒമിക്രോൺ JN1 ഉപവകഭേദം കണ്ടെത്തിയതിന്റെ അർത്ഥം ആദ്യം ഉണ്ടായത് കേരളത്തിലാണെന്നതല്ല. പക്ഷേ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് മരിച്ച 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ നവംബർ മാസം കേരളത്തിൽ കോവിഡ് കേസുകൾക്ക് നേരിയ വർധനവും റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 2906 ഐസൊലേഷൻ ബെഡുകൾ തയ്യാറാണെന്നും അനാവശ്യ ഭീതി പടർത്തരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ കോവിഡ് ഉപവകഭേദത്തിന് വ്യാപകശേഷി കൂടുതലാണെങ്കിലും തീവ്രത കൂടുതലല്ല. രാഷ്ട്രീയവൽക്കരിക്കുന്നത് നിർഭാഗ്യകരമാണ്. കേരളം കോവിഡ് കേസുകളിൽ മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കുന്നത് പരിശോധന നടക്കുന്നതാണ്. ഈ വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ജാഗ്രതരായിരിക്കുക, മാസ്കുകൾ ഉപയോഗിക്കുക, അതുപോലെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകാനും കൂടുതൽ ശ്രദ്ധ പുലർത്താനും ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം.